ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. നമ്മൾ ഈ ഒരു അധ്യായത്തിൻ്റെ ഭാഗമായി പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് മാനവ ചരിത്രത്തെ അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തെ ചരിത്ര പണ്ഡിതന്മാർ വിവിധ കാലഘട്ടങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അവർ അത്തരം ഒരു തരംതിരിക്കലിന് ഉപയോഗിച്ച അടിസ്ഥാനങ്ങളെക്കുറിച്ചും ആ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ മനുഷ്യ ജീവിതങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ളൊരു പാഠഭാഗമാണ് ഒന്നാമത്തെ പാഠമായിട്ടുള്ള മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്, അതായത് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പാഠഭാഗം. നമുക്കതിൻ്റെ ആദ്യ ഭാഗം നോക്കാം. ഫസ്റ്റ് ഭാഗമായിട്ട് പറയുന്നത് ആർക്കിയോളജിസ്റ്റ് ഡിവൈഡഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓൺ ദ ബേസിസ് ഓഫ് ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മളിത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ആർക്കിയോളജിസ്റ്റ് എന്നുള്ളൊരു വാക്ക്. എന്താണ് ഈ ആർക്കിയോളജിസ്റ്റ് എന്നാൽ? പുരാവസ്തു ഗവേഷകർ എന്നുള്ള അർത്ഥത്തിലാണ് ആർക്കിയോളജിസ്റ്റ് എന്നുള്ള പദം പൊതുവിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുള്ളത്. എന്താണ് പുരാവസ്തു ഗവേഷണം അല്ലെങ്കിൽ ആർക്കിയോളജി? ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ് ആർക്കിയോളജി എന്നുള്ളത്. കാരണം ഹിസ്റ്ററിയുടെ ഒരു ഉപശാഖയായിട്ട് വരുന്ന ഒരു പഠന മേഖലയാണ് ആർക്കിയോളജി അല്ലെങ്കിൽ പുരാവസ്തു ശാസ്ത്രം എന്നുള്ളത്. ഓക്കെ, ആർക്കിയോളജിസ്റ്റ് ഡിവൈഡഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓൺ ദ ബേസിസ് ഓഫ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ്. ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ആർക്കിയോളജിസ്റ്റ് ഡിവൈഡഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേജസ്. പുരാവസ്തു ഗവേഷകർ മാനവ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായിട്ട് തിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ്. മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായി തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള, അതായത് രണ്ട് പ്രധാനപ്പെട്ട കാലഘട്ടമായി വരുന്നത്, ഒന്ന് സ്റ്റോൺ ഏജ് അതായത് ശിലായുഗം, മറ്റൊന്ന് മെറ്റൽ ഏജ് അതായത് ലോഹയുഗം. ശില അല്ലെങ്കിൽ സ്റ്റോൺ എന്ന അർത്ഥം വരുന്നത് കല്ലുകൾക്കുണ്ട്. അപ്പോൾ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, ഏത് രീതിയിലാണ്, ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വിവിധ കാലഘട്ടങ്ങളായി തിരിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ, ഓൺ ദ ബേസിസ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ്, ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ശിലായുഗം സ്റ്റോൺ ഏജ് എന്നുള്ളത് കല്ലുകൊണ്ട് ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് സ്റ്റോൺ ഏജ് അതായത് ശിലായുഗം എന്നുള്ളത്. മറ്റൊന്ന് ലോഹയുഗം അതായത് മെറ്റൽ ഏജ്. അപ്പൊ രണ്ടാമത്തെ കാലഘട്ടം ഏത് രീതിയിലുള്ളതായിരിക്കും? ലോഹങ്ങൾ കൊണ്ട് ആവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഏത്? ലോഹയുഗം അതായത് മെറ്റൽ ഏജ് എന്നുള്ളത്. ലോഹങ്ങളിൽ പെടുന്ന ഇരുമ്പ്, ചെമ്പ്, വെങ്കലം പോലുള്ള ലോഹങ്ങൾ കൊണ്ടൊക്കെ മനുഷ്യർ ആയുധങ്ങളും മറ്റു ഉപയോഗ വസ്തുക്കളും നിർമ്മിച്ചിരുന്ന ഒരു കാലഘട്ടത്തെയാണ് മെറ്റൽ ഏജ്, ലോഹയുഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശിലായുഗത്തെ തന്നെ നമുക്ക് കാണുന്നത് പോലെ മൂന്ന് പ്രധാന കാലഘട്ടങ്ങളായി അതിനെ തിരിച്ചിട്ടുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഒന്ന് പാലിയോലിത്തിക് ഏജ് അതായത് പ്രാചീന ശിലായുഗം. സെക്കൻഡ് വൺ മെസോലിത്തിക് ഏജ് അതായത് മധ്യശിലായുഗം. തേർഡ് വൺ നിയോലിത്തിക് ഏജ് നവീന ശിലായുഗം. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം ശിലായുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാലഘട്ടങ്ങളാണ്. മറ്റൊന്ന് ലോഹയുഗം. ലോഹയുഗത്തിലുള്ളത് ഫസ്റ്റ് വൺ ബ്രോൺസ് ഏജ്, സെക്കൻഡ് വൺ അയൺ ഏജ് അതായത് വെങ്കല യുഗവും ഇരുമ്പ് യുഗവും ലോഹയുഗത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കാലഘട്ടങ്ങളാണ്. സ്റ്റോൺ ഏജിനെ കുറിച്ചുള്ള അതായത് ശിലായുഗത്തെ കുറിച്ചുള്ള ചെറിയ രീതിയിലുള്ള ഒരു വിവരണമാണിത്. നമ്മൾ തൊട്ടു മുമ്പ് അത് പറയുകയും പഠിക്കുകയും ചെയ്തതാണ്. ഒന്നുകൂടി ഓർമ്മിക്കാനും പാഠഭാഗത്തിൽ വന്നതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ആ ഭാഗം നോക്കുകയാണ്. ഹാവ് യു എവർ തോട്ട് വൈ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി വാസ് കോൾഡ് ദ സ്റ്റോൺ ഏജ്?
മാനവ ചരിത്രത്തിന്റെ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഉത്തരം അറിയും എന്ന് വിചാരിക്കുന്നു. നമ്മൾ തൊട്ടു മുമ്പ് അത് വിശദമായി പഠിക്കുകയും ചെയ്തതാണ്. എന്തുകൊണ്ടാണ്? ഹ്യൂമൻ യൂസ്ഡ് സ്റ്റോൺസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ യൂസ്ഡ് സ്റ്റോൺസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. എന്താണ് ഇതിനുള്ള കാരണം? അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങൾ എന്നുള്ളത് അതാണ് ടൂൾസ്, ഉപകരണങ്ങളും വെപ്പൺസ് ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണ്. എന്താണ് അതിനുള്ള കാരണം? അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണ്. സോ ഹിസ്റ്റോറിയൻസ് ഡിസ്ക്രൈബ് ദിസ് ഫേസ് ആസ് സ്റ്റോൺ ഏജ്. അതായത് അതിനാൽ ചരിത്രകാരർ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന് വിശേഷിപ്പിക്കുന്നു. എന്തുകൊണ്ടാണത്? അക്കാലത്തെ മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായി നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തെ ശിലായുഗം അല്ലെങ്കിൽ സ്റ്റോൺ ഏജ് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ബേസ്ഡ് ഓൺ ദ മെത്തേഡ് യൂസ്ഡ് ടു മേക്ക് സ്റ്റോൺ ടൂൾസ് ദ സ്റ്റോൺ ഏജ് ഈസ് ഡിവൈഡ് ഇൻ ടു 3. അതായത് കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതി അടിസ്ഥാനമാക്കി ശിലായുഗത്തെ, അതായത് സ്റ്റോൺ ഏജിനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പാലിയോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക്. അതായത് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് based on the method used to make stone tools. കല്ല് കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് പാലിയോലിത്തിക്, അതായത് പ്രാചീന ശിലായുഗം, മെസോലിത്തിക് മധ്യശിലായുഗം ആൻഡ് നിയോലിത്തിക് നവീന ശിലായുഗം. ഓക്കെ ആണല്ലോ? പഠിച്ചല്ലോ? എന്നാൽ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. സ്റ്റോൺ ഏജ് അതായത് ശിലായുഗത്തെ സംബന്ധിച്ച് അതിൻ്റെ പ്രാഥമിക ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച ശിലായുഗത്തെ, അതായത് സ്റ്റോൺ ഏജിനെ 3 കാലഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്ന ഫസ്റ്റ് പാലിയോലിത്തിക് ഏജ്, അതായത് പ്രാചീന ശിലായുഗം. നമുക്കതിലേക്ക് വരാം. ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ പാലിയോലിത്തിക് ഏജ് ഈസ്, അതായത് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത എന്നുള്ളത് ദ യൂസ് ഓഫ് റഫ് അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്, അതായത് പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത എന്നത്. അതായത് റഫ് അൺപോളിഷ്ഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ റഫ് അൺപോളിഷ്ഡ്, അതായത് പരുക്കൻ ശിലാ ഉപകരണങ്ങൾ, അതായത് ഉപകരണങ്ങൾ ആവശ്യമായ രീതിയിൽ ചെത്തി മിനുക്കാത്ത തരത്തിലുള്ള, ഏത് രൂപത്തിലാണോ അത് ഉണ്ടാക്കിയെടുക്കുന്നത് അതേ രൂപത്തിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് പാലിയോലിത്തിക് ഏജ്, അതായത് പ്രാചീന ശിലായുഗം. അതിൽ പ്രധാനപ്പെട്ട സവിശേഷത എന്നുള്ളതാണ് എന്ത്? യൂസ് ഓഫ് റഫ്, അതായത് അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്, അതായത് പരുക്കൻ ശില ഉപകരണങ്ങളാണ്, അതായത് ചെത്തി മിനുക്കാത്ത തരത്തിലുള്ള ഉപകരണങ്ങളാണ് അക്കാലഘട്ടത്തിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പാലിയോലിത്തിക് എന്നുള്ള ഒരു പദത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ്. ദ ടേം പാലിയോലിത്തിക് ഈസ് ഡിറൈവഡ് ഫ്രം ടു ഗ്രീക്ക് വേർഡ്, ഗ്രീക്ക് പദമായിട്ടുള്ള 2 പദങ്ങളിൽ നിന്നാണ്. അതിലൊന്ന് പാലിയോസ് എന്നുള്ളതിന്റെ മീനിങ് ആയി വരുന്നത് ഓൾഡ് ആൻഡ് ലിത്തോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ. അതായത് പാലിയോസ് എന്നുള്ളതിന്റെ അർത്ഥം ഓൾഡ് പ്രാചീനം, ലിത്തോസ് എന്നാൽ ശില. ഓക്കെ, എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക്, അതായത് പ്രാചീന ശില എന്ന അർത്ഥം വരുന്ന 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഏത് പദം രൂപം കൊണ്ടിട്ടുള്ളത്? പാലിയോലിത്തിക്, അതായത് പ്രാചീന ശിലായുഗം എന്നുള്ള പദം രൂപം കൊണ്ടിട്ടുള്ളത് എന്നാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കുമ്പോൾ ദ മേക്കിംഗ് ഓഫ് ടൂൾസ് ഈസ് റിലേറ്റഡ് ടു ദ മീൻസ് ഓഫ് സബ്സ്റ്റൻസ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. ഓക്കെ, ആദിമ മനുഷ്യരുടെ ജീവിതോപാധികളുമായി ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം എന്നുള്ളത്. അതായത് ആർക്കിയോളജിസ്റ്റ് പോയിന്റ് ഔട്ട് ദാറ്റ് 3 മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് ടൂൾസ്.
ഓക്കെ, അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായി ആർക്കിയോളജിസ്റ്റുകൾ, അതായത് പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അതാണ് താഴെ കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പൗരാണിക മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാനപ്പെട്ട എന്തുണ്ടായിരുന്നു? വേർ ത്രീ മെയിൻ സ്റ്റേജസ്, 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, സ്റ്റാൻഡർഡൈസേഷൻ. അതായത് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതി. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ രീതി എങ്ങനെയാണോ അത് ലഭിക്കുന്നത് അതുപോലെ തന്നെ അതിനെന്ത് ചെയ്യുക, ഉപയോഗിക്കുന്ന രീതിക്കാണ് യൂട്ടിലൈസേഷൻ, അതായത് പ്രയോജനപ്പെടുത്തുന്ന ഒരു ഘട്ടം. ആ ഒരു ഘട്ടം കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഫാഷനിങ്, അതായത് രൂപമാറ്റം വരുത്തുന്ന ഒരു ഘട്ടം. ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺ ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം, ഓക്കെ, അക്കോർഡിംഗ് ടു ദ നീഡ്, അതായത് ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിക്കാണ് എന്ത്, ഫാഷനിങ്, അതായത് രൂപമാറ്റം വരുത്തൽ എന്നുള്ള ഒരു ഘട്ടം. മൂന്നാമത്തെ ഘട്ടമായി പറയുന്നത് സ്റ്റാൻഡേർഡൈസേഷൻ, അതായത് ക്രമവൽക്കരണം. ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾ ഫോർ ഈച്ച് പർപ്പസ്. ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണെന്ത്, ക്രമവൽക്കരണം അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട 3 ഘട്ടങ്ങളാണ് എന്തിനുള്ളത്, ഉപകരണങ്ങളുടെ ഉപയോഗത്തെ സംബന്ധിച്ച് ഉള്ളത്. 3 സ്റ്റേജസ്. അതിൽ ഫസ്റ്റ് വരുന്നത് യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, സ്റ്റാൻഡർഡൈസേഷൻ. യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടുത്തൽ, അതായത് ലഭ്യമായ കല്ലുകളെ രൂപമാറ്റമൊന്നും വരുത്താതെ സാധാരണ എങ്ങനെയാണ് അത് ലഭിക്കുന്നത് അതുപോലെ ഉപയോഗിക്കുന്ന രീതിക്കാണ് പ്രയോജനപ്പെടുത്തൽ, യൂട്ടിലൈസേഷൻ. രണ്ടാമത്തെ രീതി എന്നുള്ളത് ഫാഷനിങ്, രൂപമാറ്റം വരുത്തൽ. ലഭ്യമായ കല്ലുകളുടെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിക്കാണ് ഫാഷനിങ്, രൂപമാറ്റം വരുത്തൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ രീതി എന്നുള്ളത് ക്രമവൽക്കരണം, സ്റ്റാൻഡർഡൈസേഷൻ. ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു രീതി. ഓക്കെ, ഇത്തരം 3 രീതികളിലൂടെയാണ് ഉപകരണങ്ങളുടെ ഉപയോഗം പ്രധാനമായും കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു 3 ഘട്ടങ്ങൾ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രാചീന ശിലായുഗത്തിലാണ് എന്ത്, പ്രയോജനപ്പെടുത്തൽ, രൂപമാറ്റം വരുത്തൽ, ക്രമവൽക്കരണം, അതായത് യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, സ്റ്റാൻഡർഡൈസേഷൻ. ഈ ഒരു 3 ഘട്ടങ്ങൾ പ്രധാനമായിട്ടും വരുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് ഏതാണ്, പ്രാചീന ശിലായുഗം എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. ഓക്കെ, അടുത്ത ഭാഗത്ത്